എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ആയി കുക്കിൻ്റെ മറ്റൊരു ഈസി സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാടൻ രീതിയിൽ എങ്ങനെയാണ് പോർക്ക് കറി തയ്യാറാക്കി എടുക്കേണ്ടതെന്നാണ്. ഞാൻ ഇപ്പോൾ ഇത്തിരി കുരുമുളകൊക്കെ കുറച്ച് അധികമായിട്ട് ചേർത്ത് ഒരു സ്പൈസി മസാലയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അങ്കമാലി പോർക്ക് കറിയൊക്കെ ആയിട്ട് ഇത് നമുക്ക് സാമ്യപ്പെടുത്താവുന്നതാണ്. അപ്പം ഇടിയപ്പം, നല്ല ചൂട് ചോറും കുറച്ച് നല്ല പുളിശ്ശേരിയും ഒരു നല്ല എരിവുള്ള നാടൻ മീൻ കറിയും കുറച്ച് ക്യാബേജ് തോരനും ഈ പോർക്ക് കറിയും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോർക്കിൻ്റെ ഇറച്ചി വെച്ചിട്ടും ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. നമ്മൾക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ പല ഓപ്ഷൻസിലാണ്, പല രീതിയിലുള്ള പോർക്കിൻ്റെ പീസസ് നമുക്ക് കിട്ടുമല്ലോ. നമ്മളിപ്പോൾ പോർക്കിൻ്റെ ഷോൾഡർ പീസസ് ആണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ പീസസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഈ നെയ്യൊക്കെ ഉള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് വാങ്ങിക്കണേ കഴിഞ്ഞ് പോർക്കിൻ്റെ ഈ ഷോൾഡർ പീസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള മീറ്റും പ്ലസ് അതിന് കുറച്ച് ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും. പക്ഷേ ഫാറ്റൊക്കെ ഉള്ളതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതിലേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റുക. ഇതൊരു ബീഫിൻ്റെ ടെക്സ്ചറിലേക്ക് ഈ മീറ്റ് മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഷോൾഡറിൻ്റെ പീസാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ ലോയിൻ പീസസും ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് കുറച്ചും കൂടി ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കൊണ്ട് ഈ ഷോൾഡർ പീസസാണ് നമ്മളെപ്പോഴും എടുക്കുക. അപ്പോൾ ഞാനിതൊരു 800 ഗ്രാം പോർക്കിൻ്റെ ഷോൾഡർ പീസാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു മീഡിയം സൈസിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 2 വലിയ സവാള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്, 3-4 പച്ചമുളക് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തിരിക്കുന്നത്, നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് വേണ്ടത് മസ്റ്റർഡ് സീഡ്സ്, നല്ല കറിവേപ്പില, എണ്ണ, പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ. അപ്പം ആദ്യമേ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മസ്റ്റർഡ് സീഡ്സ് ഒന്ന് സ്പ്ലിറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില ഇടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് വഴണ്ടി വന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾക്ക് എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, നല്ല ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഇത്രയും സാധനം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ സ്പൈസി ചില്ലി പൗഡറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്പൈസി ലെവലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒത്തിരി സ്പൈസി ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ പച്ചമുളകിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആണ് നമ്മളിതായിട്ട് എടുക്കുന്നത്. അപ്പം ഇത്ര സാധനം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ മസാലയുടെയൊക്കെ ഒന്ന് റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിനോടം വരെ ഒന്ന് വഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പോർക്കിൻ്റെ മീറ്റ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ നെയ്യ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഉരുകി പോകാണ്ട് അതിൻ്റെ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങയും ഉപ്പും അല്ലെങ്കിൽ വിനീഗറും കൂടി ഇട്ടിട്ട്, ചെറുനാരങ്ങ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾ കഴുകുമ്പോൾ പോർക്കിൻ്റെ മീറ്റിലേക്ക് നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളിങ്ങനെ തിരുമ്മിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പം അത് ഭയങ്കരമായിട്ട് ഉരുകി പോകാണ്ടിരിക്കും ഈ നെയ്യുടെ പീസൊക്കെ. അപ്പോൾ ഒരുപാട് നെയ്യുള്ള പോർക്കൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ ഉപ്പും വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നല്ല വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ കഴുകി എടുത്തിട്ട് മീറ്റൊന്ന് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ മീറ്റിന് ആവശ്യമായിട്ടുള്ളത്. അത് നിങ്ങളുടെയൊക്കെ ഒരു പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഇതൊന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ ഒരുപാട് നെയ്യൊന്നും ഇല്ലാത്തൊരു പീസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മീറ്റൊന്ന് കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം. എപ്പോഴും ഈ പോർക്കിൻ്റെ മീറ്റൊക്കെ ഓപ്പണായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത് കുക്കറിനെ കഴിഞ്ഞും. കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം കുറച്ചും കൂടി മീറ്റ് ചെറുതായിട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്.
അപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മീറ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് വെള്ളം വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാകത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാം, ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെറുതായിട്ട് ഗ്രേവിയൊക്കെ ആയിട്ട് അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ചൊരു വരട്ടിയ ഒരു രീതിയിൽ, ഒരു നാടൻ പോർക്ക് കറിയുടെ ഒരു രീതിയിലാണ് ഇപ്പോൾ ആക്കിയെടുത്തിരിക്കുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും ഈ ഗാർലിക്കിൻ്റെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പോർക്കിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇതുപോലൊരു ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.